VBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. ഫോൺ 222401. ലൂണാർസ് പാദങ്ങൾക്ക് മുണ്ട് ആസை. Chamakalaya, the favorite silks. Monarch Furniture near Hotel Lampadi, Rotary Junction, Todupuzha. Be different with desire. Desire. Colorical Bazaar near Private Bus Stand, Todupuzha. Royal, the complete family shopping near Private Bus Stand, Todupuzha. Bionormal Newman College Road, Todupuzha. Phone 944722 792 9895423129 04862 224248. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. നീതി ഡയഗ്നോസ്റ്റിക് സെന്റർ, ഭീമ ജംഗ്ഷൻ, തൊടുപുഴ. JJ Square, കരിമണ്ണൂർ. രക്തപരിശോധന ഇനി നീതി ഡയഗ്നോസ്റ്റിക് സെന്ററിൽ. പുഷ്പ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ, തൊടുപുഴ. ഫോൺ നമ്പർ 8606025628. Hedge Wealth Management Services. K. Purushothaman and Sons, Golden Jewelry, Telephone Exchange Junction, Todupuzha. Banaras Utsav by Kalyan Silks. ഫർണിച്ചറുകളുടെ വിപുലവും വിശാലവുമായ ഷോറൂം പാണംകാട് ഏജൻസീസ് ആൻഡ് പാണംകാട് ഫർണിച്ചർ വേൾഡ് നിയർ KSRTC ബസ് സ്റ്റേഷൻ, തൊടുപുഴ. KP Worky and Sons, Kaganad Jewelers, Todupuzha, Kattapana, Perumbavoor, Kodamangalam, Adimali. Kerala State Legal Metrology License and Technician സഹകരണ സംഘം, HO, തൊടുപുഴ. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലാവില്ല. സ്പെൻടെക്സ്. IDCB. Let your deposits grow safe. നമസ്കാരം, VBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൊടുപുഴ നഗരസഭയുടെയും താലൂക്ക് ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്വാന്തന പരിചരണ പദ്ധതിയുടെ കുടുംബ സംഗമവും പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു. മുൻ കേരള മുഖ്യമന്ത്രി K. കരുണാകരൻ്റെ 5ാം ചരമവാർഷികം ആചരിച്ചു. അനുസ്മരണ സമ്മേളനം DCC പ്രസിഡന്റ് റോയി K. പൗലോസ് ഉദ്ഘാടനം ചെയ്തു. മാരകയിൽ സംയുക്ത ക്രിസ്മസ് കരോൾ നടന്നു. സെന്റ് ജോസഫ് ഫൊറോന പള്ളി, സെന്റ് ആന്റണീസ് ജ്ഞാനായ കത്തോലിക്ക പള്ളി, സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളി എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് കരോൾ സംഘടിപ്പിച്ചത്. തൊടുപുഴ നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 43 ആശ്രയ കുടുംബങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കളും വസ്ത്രങ്ങളും വിതരണം ചെയ്തു. മുനിസിപ്പൽ ചെയർപേഴ്സൺ സഫിയ ജബ്ബാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജലാശയത്തിൻ്റെ ഓളപ്പെരുപ്പുകൾ തൊട്ടിലാട്ടി കൊലുമ്പൻ ഓടിത്തുടങ്ങി. ഇടുക്കി ജലാശയത്തിൽ ബോട്ടിംഗ് സർവീസ് ആരംഭിച്ചു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. തൊടുപുഴ നഗരസഭയുടെയും താലൂക്ക് ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്വാന്തന പരിചരണ പദ്ധതിയുടെ കുടുംബ സംഗമവും പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ ബിൻസി അലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സഫിയ ജബ്ബാർ ഉദ്ഘാടനം നിർവഹിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ TK സുധാകരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഉമാദേവി MR സ്വാഗതം ആശംസിച്ചു. പ്രൊഫസർ ജെസി ആന്റണി, കൗൺസിലർമാരായ R. ഹരി, റിനി ജോഷി, ഷാഹുൽ ഹമീദ്, സുമമോൾ സ്റ്റീഫൻ, നിർമ്മല ഷാജി, KK ഷിംനാസ്, AM ഹാരിദ്, ബിന്ദു പത്മകുമാർ, K. ജമീല എന്നിവർ പങ്കെടുത്തു. എത്ര കുടുംബങ്ങൾ സഭയിലുണ്ടോ അത്രയും കുടുംബങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത്
കർമ്മങ്ങളും എത്രയും നല്ല രീതിയിലാണെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു. എൻ്റെ ഇവിടെ ഈശ്വര പ്രാർത്ഥന ചെയ്ത എൻ്റെ ഒരു കൂട്ടുകാരിയാണ് സോഫി ജോസഫ്. കോട്ടയം സാറ് 23 വർഷമായിട്ട് അത് കിടപ്പിലാണ്. പക്ഷേ കഴിഞ്ഞ 5 വർഷമായിട്ട് ആ സാറിനെ നോക്കുന്നത് നമ്മുടെ പാലിയേറ്റീവിലെ മെമ്പേഴ്സാണ്. എനിക്കത് ഒത്തിരി അഭിമാനമുണ്ട്. ആ സോഫി എന്നോട് പറയുമ്പോൾ പാലിയേറ്റീവിലെ എൻ്റെ പാലിയേറ്റീവിലെ പലരും നർസഭയിലെ പാലിയേറ്റീവിലെ ജീവനക്കാരെ എന്ത് ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ ഓരോ രോഗിയും പരിചരിക്കുന്നത്, ഒരേ രോഗിയും നോക്കുന്നത്, എത്ര നന്നായിട്ടാണ് ഇത്രയും നല്ല ആൾക്കാരെ നിങ്ങൾക്ക് കിട്ടി, നല്ല സ്റ്റാഫാണ് കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അവരും വനിതയാണ്, അവരും സ്ത്രീകളാണ്, അവരും ഒരു കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞും പ്രവർത്തിക്കുന്നു. മുൻ കേരള മുഖ്യമന്ത്രി കെ കരുണാകരൻ്റെ 5ാം ചരമവാർഷികം ആചരിച്ചു. തൊടുപുഴ രാജീവ് ഭവനിൽ നടന്ന അനുസ്മരണ ചടങ്ങുകൾ DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി. അദ്ദേഹത്തിൻ്റെ ഈ വേർപാട് 5 വർഷം കഴിഞ്ഞ് നമ്മൾ ഓർമ്മിക്കുമ്പോഴും ഇത്തരമുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ അനുസ്മരിപ്പിക്കുന്നത് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് നിന്ന് വളരെ താഴെ തലത്തിൽ നിന്ന് ഉയർന്നു വന്ന് ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തകനായി പ്രവർത്തനം ആരംഭിച്ച് കേരളത്തിലെയും ഇന്ത്യയിലെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കന്മാരിലായി ഉയർന്നു വന്ന് രാജ്യത്തിൻ്റെ ഭരണ നേതൃത്വത്തെ വരെ തീരുമാനിക്കുന്ന തലങ്ങളിലുള്ള ഉയരങ്ങളിലേക്ക് കടന്നു പോകാൻ അവസരം ലഭിച്ച അപൂർവമായ ഒരു വ്യക്തിത്വം. അദ്ദേഹത്തിൻ്റെ ഓർമ്മ തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്ന് നേരിടുന്ന പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും കഴിയും. അതിനുള്ള കരുത്തും ശക്തിയുമൊക്കെ ഈ പാർട്ടിക്കും പാർട്ടി പ്രവർത്തകന്മാർക്കുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെ തീർച്ചയായിട്ടും ലഭിക്കും എന്ന കാര്യം ഞാൻ ഓർമ്മിക്കുന്നു. കുടയത്തൂർ വയനക്കാവ് ദേവീക്ഷേത്രത്തിൽ ഡിസംബർ 27 മുതൽ ജനുവരി 3 വരെ ശ്രീമദ് ഭഗവത സപ്താഹ യജ്ഞം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭാഗവതോത്തമ നീലം പേരൂർ പുരുഷോത്തമൻ ദാസാണ് യജ്ഞാചാര്യൻ. ആചാര്യന്മാരായ പടനിലം സുഭാഷ്, നറുനാട് പുരുഷോത്തമൻ, കുറിച്ചി ഹരികുമാർ എന്നിവർ പങ്കെടുക്കും. ജനറൽ കൺവീനർ ശ്രീജിത്ത്, പ്രസിഡന്റ് TN പത്മനാഭപിള്ള, ഗിരീഷ്, MD രാജൻപിള്ള, OV സുബ്രഹ്മണ്യൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുടയത്തൂർ ശ്രീ ധർമ്മശാസ്ത്ര ശരംകുത്തി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും നൂറുകണക്കിന് ഭക്തജനങ്ങൾ താലപ്പൊലി, വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ യജ്ഞശാലയിൽ പ്രദർശിക്കുവാനുള്ള വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര നടത്തുന്നു. ഘോഷയാത്ര 6 മണിക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. തുടർന്ന് യജ്ഞശാലയിൽ തപസ്യ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ PG ഹരിദാസ് ഭദ്രദീപപ്രകാശനം നിർവഹിക്കുന്നു. തുടർന്ന് യജ്ഞാചാര്യൻ മഹാത്മ്യ പ്രഭാഷണം നടത്തുന്നു. ഡിസംബർ 28 മുതൽ ജനുവരി 3 വരെ ദിവസങ്ങളിൽ ഗണപതി ഹോമം, ഭാഗവത പാരായണം, പ്രഭാഷണം, ഭജന, മഹാപ്രസാദോട്ട് എന്നീ ചടങ്ങുകൾ നടക്കുന്നു. ഡിസംബർ 31 വ്യാഴം വൈകിട്ട് 5 മണിക്ക് വിദ്യാഗോപാല മന്ത്രാർച്ചനയും ജനുവരി 1 വെള്ളിയാഴ്ച രുക്മിണി സ്വയംവര ഘോഷയാത്രയും നടന്നു. കുടയത്തൂർ ഉപ്പുമാക്കൽ ശ്രീ TN പത്മാവയുടെ വസതിയിൽ നിന്ന് വാദ്യമേളങ്ങളും താലപ്പൊലി എന്നിവയുടെ അകമ്പടിയോടെ കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഒരു പറ്റം ചെറുപ്പക്കാർ ചേർന്നാരംഭിച്ച ഫാം ഫ്രഷ് ഫിഷ് ക്ലബിൻ്റെ വിളവെടുപ്പ് നടന്നു. വിവിധ ഇനത്തിലുള്ള മത്സ്യങ്ങളാണ് വിതരണത്തിനുണ്ടായിരുന്നത്. രാവിലെ മുതൽ മത്സ്യങ്ങളുടെ വിൽപ്പന ആരംഭിച്ചു. ചെറിയ കാർഷിക സംരംഭം. ഞങ്ങൾ 2000 മീൻ കുഞ്ഞുങ്ങളെ വളർത്തി പിരാനയും വളയുമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. എൻ്റെ വാർഷിക വിളവെടുപ്പാണ് ഞങ്ങൾ നടക്കുന്നത് ക്രിസ്മസിനോടനുബന്ധിച്ച്. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഇടുക്കി ജലാശയത്തിൻ്റെ ഓളപ്പരപ്പുകൾ തൊട്ടിലാട്ടി കൊലുമ്പൻ ഓടിത്തുടങ്ങി. തേക്കടിക്ക് പിന്നാലെ ഇടുക്കി ജലാശയത്തിനും വനം വകുപ്പിൻ്റെ ബോട്ടിംഗ് സർവീസ് ആരംഭിച്ചു.
മലയോര ജനതയുടെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ട നിമിഷങ്ങൾക്കാണ് തിങ്കളാഴ്ച ജില്ലാ ആസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. വൈകിട്ട് 6 മണിയോടെ ജനപ്രതിനിധികളെയും വഹിച്ചുകൊണ്ട് കൊലുമ്പൻ സൈറം മുഴക്കി. ഇടുക്കി ചെറുതോണി അണക്കെട്ടുകളുടെ സൗന്ദര്യവും ഇടുക്കി വന്യജീവി സങ്കേതത്തിൻ്റെ വശ്യതയും ആവോളം ആസ്വദിച്ച് യാത്ര ചെയ്യുന്നതിനുള്ള അവസരമാണ് ഇവിടെ സഞ്ചാരികൾക്ക് ലഭിക്കുന്നത്. എല്ലാ ദിവസവും ഇടുക്കിയിലെത്തുന്നവർക്ക് ഈ ഉല്ലാസ നൗകയിലേറാം. ഇടുക്കിയിലെ ടൂറിസം സാധ്യതകൾക്ക് പുതിയ മാനങ്ങൾ കൈവരിക്കുകയാണെന്ന് MLA റോഷി അസ്മിൻ പറഞ്ഞു. കന്നി യാത്ര നടത്തുന്നു, വളരെ അഭിമാനം തോന്നുകയാണ്. വിശാലമായ വിസ്തൃതിയേറിയ ഈ ജലാശയത്തിലൂടെ ഏറെ സന്തോഷകരമായ ഒരു അനുഭൂതിയാണ് യാത്ര ചെയ്യുമ്പോൾ തോന്നുന്നത്. ഇടുക്കിയിലെ ടൂറിസം സാധ്യതകൾക്ക് കൂടുതൽ സാധ്യതകൾ തെളിയുന്നു എന്നുള്ളതാണ് ഈ ബോട്ട് സർവീസ് ആരംഭിച്ചതിലൂടെയുള്ള ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം. ഇടുക്കി ചെറുതോണി ഡാമുകൾ കാണുന്നതിനും ഇടുക്കി ചെറുതോണി ഡാമുകളിൽ സീസൺ സമയങ്ങളിൽ സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്യുന്നതിനുമുള്ള അനുമതി ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മാറ്റമാണ് ടൂറിസത്തിന് ഒരു കരുതൽ മുതലെന്ന നിലയിൽ ഈ ബോട്ട് സർവീസ് നൽകിയിരിക്കുന്നത്. ബോട്ടിങ്ങിനോടനുബന്ധിച്ച് ശലഭ പാർക്ക്, ഇക്കോ ഷോപ്പ്, നക്ഷത്രവനം എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു. BBC ന്യൂസ് ഇടുക്കി. തൊടുപുഴ നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 43 ആശ്രയ കുടുംബങ്ങൾക്ക് അരിയും വസ്ത്രങ്ങളും മറ്റ് പലവ്യഞ്ജനങ്ങളും വിതരണം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ R. ഹരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ സഫിയ ജബ്ബാർ ഉദ്ഘാടനം നിർവഹിച്ചു. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷവും ഇതുപോലെ നടന്നിരുന്നു. കഴിഞ്ഞ വർഷമാണ് നമ്മൾ ആശ്രയ പദ്ധതിയിൽപ്പെട്ട് സ്ഥലം വാങ്ങാനുള്ള ഏർപ്പാടുകളാക്കുകയും അതിൽ വീട് പണിയാനുള്ളത് ഫണ്ട് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ തവണ നമുക്കത് പണിയാനുള്ള ആരംഭം ഉണ്ടാവും. ഔപചാരികമായിട്ട് ഞാൻ ഈ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ആശ്രയ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് വൈസ് ചെയർമാൻ TK സുധാകരൻ നായർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുമമോൾ സ്റ്റീഫൻ, റിനി ജോഷി, റോജർ ജോൺ പുളിമൂട്ടിൽ, കൗൺസിലർമാർ, മുനിസിപ്പൽ സെക്രട്ടറി TG അജേഷ്, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. നിർധനരായ ആശ്രയ ഗുണഭോക്താക്കൾക്ക് എല്ലാ മാസവും നൽകാൻ തീരുമാനിച്ചിട്ടുള്ള പദ്ധതിയുടെ ആദ്യ വിതരണമാണ് നടന്നത്. മാർഗയിൽ സംയുക്ത ക്രിസ്മസ് കരോൾ നടന്നു. സെൻറ് ജോസഫ് ഫൊറോന പള്ളി, സെൻറ് ആൻ്റണീസ് ജ്ഞാനായ കത്തോലിക്ക പള്ളി, സെൻറ് തോമസ് യാക്കോബായ സുറിയാനി പള്ളി എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് കരോൾ സംഘടിപ്പിച്ചത്. മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പോൾ ചുരുത്തൊട്ടി ക്രിസ്മസ് സന്ദേശം നൽകി. ഫാദർ ജെയിംസ് വാരാരപ്പള്ളി, ഫാദർ ജോസഫ് പുളിക്കൽ, ഫാദർ വിൻസെൻ്റ് കുരുട്ടുപറമ്പിൽ, ഫാദർ ബോബി തറയാനി എന്നിവർ നേതൃത്വം നൽകി. ക്രൈസ്തവരുടെ മുഖമുദ്രയായി പറഞ്ഞിരിക്കുന്നത് കാരുണ്യത്തിലൂടെ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക എന്നത് തന്നെയാണ്. സ്നേഹമുള്ളവരെ, നമുക്കറിയാം ഇത് വലിയ തിരക്കുകളുടെയും വലിയ ആഘോഷങ്ങളുടെയും അരങ്ങേറ്റങ്ങളുടെയും ഒക്കെ സമയമാണ്. എല്ലാവർക്കും വലിയ തിരക്കാണ്. നാം ചിന്തിക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരുക്കങ്ങളെല്ലാം നാം നടത്തുന്നത്? അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇത് വലിയ
സന്തോഷത്തിൻ്റെ ഒരു രാത്രിയെക്കുറിച്ചാണ് വചനം പറയുന്നത്. വലിയ അത്ഭുതങ്ങളുടെ ഒരു രാത്രി. കാരണം രാജാവ് കാലിത്തൊഴുത്തിൽ പിറന്ന ഒരു വലിയ അത്ഭുതം നടന്ന ദിവസമാണ്. ദൈവം മനുഷ്യനായി ഭൂമിയിൽ പിറന്ന മൂവാറ്റുപുഴ ഹോളിമാഗി ദേവാലയത്തിൽ ക്രിസ്മസ് കരോൾ ഗാന മത്സരം നടന്നു. കരോൾ ഗാന മത്സരത്തിന്റെ ഉദ്ഘാടനം മൂവാറ്റുപുഴ മെത്രാൻ തോമസ് മാർ കുര്യൂലോസ് നിർവഹിച്ചു. ഓർത്തഡോക്സ്, യാക്കോബായ, CSI, റോമൻ കത്തോലിക് എന്നീ വിവിധ പള്ളികളിൽ നിന്നുള്ള ഗായക സംഘമാണ് കരോൾ ഗാനത്തിൽ പങ്കെടുത്തത്. ഒരു ഇടവേള കൂടി, വാർത്തകൾ തുടരും. യൂണിവേഴ്സൽ സ്റ്റാൻഡ് ക്ലബിന്റെ നേതൃത്വത്തിൽ തെക്കുംഭാഗം ടൗണിൽ ദൃശ്യമനോഹരമായ പുൽക്കൂട് ഒരുക്കി. എല്ലാ വർഷവും ക്ലബിന്റെ കൂട്ടായ്മയിൽ പുൽക്കൂട് ഒരുക്കുന്നതിന്റെ ഭാഗമായി പുൽക്കൂട് നിർമ്മിച്ചത്. ക്ലബിലെ 26 പേരും ഒരേ മനസ്സോടെ പ്രയത്നിച്ചാണ് മനോഹരമായ പുൽക്കൂട് നിർമ്മിക്കാൻ കഴിഞ്ഞതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇവിടെ ഇതിനെ എല്ലാവരും 26 പേരും ഒരേ മനസ്സോടുകൂടി ഇവിടെ നടത്തുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഇവിടെ അടുത്ത ദിവസം ഇവിടെ ക്ലബിൻ്റെ അംഗമായ അഭിരാജ് കെ എന്നൊരു പയ്യൻ ഇവിടെയുണ്ട്. അവന് ക്ലബിലെ ഇതുകൊണ്ട് സൈക്ലിംഗ് മത്സരത്തിൽ പഞ്ചാബിൽ നടന്ന സൈക്കിൾ മത്സരത്തിൽ കേരളത്തിന് വേണ്ടി 2 സ്വർണവും 3 വെങ്കലവും നേടി. അതിൻ്റെ ഭാഗമായാണ് ഞങ്ങൾ ഈ പ്രാവശ്യം ഇച്ചിരി കൂടി ആഘോഷപൂർവ്വം കൊണ്ടാടുന്നത്. വാഴക്കുളം സെന്റ് ജോർജ് ദേവാലയത്തിന്റെ കീഴിൽ വാഴക്കുളം ടൗണിൽ ക്രിസ്മസ് കരോൾ നടന്നു. വികാരി കുര്യാക്കോസ് കൊടേലിൽ നേതൃത്വം വഹിച്ചു. ക്രിസ്തുമസ് പാപ്പമാരും ബാൻഡുമേളക്കാരും ഉൾപ്പെടെ 500ഓളം പേർ ടൗൺ കരോളിൽ പങ്കെടുത്തത് ഒരു നവ്യ അനുഭവമായി. തൊടുപുഴ വിമല പബ്ലിക് സ്കൂൾ സുവർണ ജൂബിലി ആഘോഷം ജനുവരി 29 ആരംഭിക്കുമെന്ന് പ്രിൻസിപ്പൽ സിസ്റ്റർ ബെന്നോ അറിയിച്ചു. ഇതിനുള്ള ഒരുക്കങ്ങൾ നടന്നു വരികയാണ്. അക്ഷരമുത്തശ്ശിക്ക് 50 വയസ്സ്. അക്ഷരക്കളരികൾ അർത്ഥപൂർണമാക്കി 10,000ങ്ങളെ മികവിൻ്റെ മകുടമണിയിച്ച CMC സിസ്റ്റേഴ്സ് 1966 തൊടുപുഴയിൽ വിമലാലയം സ്കൂളിലൂടെ ആരംഭിച്ച വിദ്യാഭ്യാസ സബരിക്ക് സുവർണ ജൂബിലി നിറവ്. 2016 ജനുവരി 29 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് വിമല പബ്ലിക് സ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്ന ജൂബിലി ആഘോഷത്തിലേക്ക് മറക്കാതെ എല്ലാവരും എത്തുമല്ലോ. ഈ കുടുംബ കൂട്ടായ്മയെ ഒരു വലിയ വൻ വിജയമാക്കുവാൻ നിങ്ങളേവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട്, നിങ്ങളുടെ വിലപ്പെട്ട സാന്നിധ്യം പ്രതീക്ഷിച്ചുകൊണ്ട് സ്കൂൾ മാനേജ്മെൻറ്റിന് വേണ്ടി സിസ്റ്റർ ബെന്നോ CMC, പ്രിൻസിപ്പൽ വിമല പബ്ലിക് സ്കൂൾ, തൊടുപുഴ. കോടതികളിൽ മോഷണക്കേസുകളിൽ പ്രതികളാവുന്നവർക്ക് വേണ്ടി വ്യാജമായ രസീതുണ്ടാക്കി ജാമ്യം നിൽക്കുന്ന സംഘത്തിൽപ്പെട്ട ഒരാൾ പോലീസ് പിടിയിലായി. ആലക്കോട് ശൗര്യാമാക്കൽ സണ്ണി തോമസാണ് തൊടുപുഴ DYSP ജോൺസൺ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ഷാഡോ പോലീസിന്റെ പിടിയിലായത്. സബ് ഇൻസ്പെക്ടർ വിനോദ് കുമാർ, ASI VM ജോസഫ് എന്നിവർ ചേർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്.
കഴിഞ്ഞ ദിവസം എക്സൈസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്ത ഇളന്തേശം കാഞ്ഞിരത്തെങ്കൽ ജിജോയ്ക്ക് വേണ്ടി നിമിഷങ്ങൾക്കകം വില്ലേജ് ഓഫീസിൽ നിന്നും കരം കെട്ടിയ രസീത് തയ്യാറാക്കി മുട്ടൻ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചതിൽ സംശയം തോന്നി നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ കുടുങ്ങിയത്. ഈ സംഘത്തിൽപ്പെട്ട കൂടുതൽ പേർ ഉടൻ പിടിയിലാകുമെന്ന് പോലീസ് പറഞ്ഞു. KSU കൈതക്കോട് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. OK അഷ്റഫിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം KSU യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. TJ തോമസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. അബി അഷ്റഫ്, അസ്ലം അഷ്റഫ്, അജ്മൽ ഷുക്കൂർ, ഫൈസൽ നാസർ, അർഫാൻ നവാസ്, അബു വെങ്ങല്ലൂർ, അമൽ ജോസഫ്, അൽഷിദ് നവാസ്, സുഹൈൽ നാസർ, അസീസ് ബഷീർ, യാസിൻ എന്നിവർ നേതൃത്വം നൽകി. ഫസ്റ്റ് പ്രൈസ് ഒമേഗ ഹോം ടെക്കേഴ്സും സെക്കൻഡ് പ്രൈസ് TJ തോമസും വിജയികൾക്ക് കൈമാറി. ഇനി ശബരിമല വിശേഷങ്ങൾ. ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ശബരീശന് കർപ്പൂരാഴി. ശബരീശന് കാണിക്ക അർപ്പിച്ച് ദേവസ്വം ജീവനക്കാർ സന്നിധാനത്ത് നടത്തിയ കർപ്പൂര ദീപക്കാഴ്ചയ്ക്ക് ആയിരങ്ങൾ സാക്ഷിയായി. ദീപാരാധനയ്ക്ക് ശേഷം തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഓട്ടുരുളിയിലെ കർപ്പൂര മണ്ഡപത്തിലേക്ക് അഗ്നി പകർന്നതോടെ ചടങ്ങുകൾ ആരംഭിച്ചു. സന്നിധാനത്തെ ഭക്തിലഹരിയിൽ ആറാടിച്ച് തിരുമുറ്റത്തെ കൊടിമരച്ചുവട്ടിൽ നിന്നും താളമേളം, പഞ്ചവാദ്യം, കരകാട്ടം, മയിലാട്ടം, കാവടി, ശിങ്കാരിമേളം, നെയ്യാണ്ടിമേളം എന്നിവയുടെ അകമ്പടിയോടെ ശ്രീകോവിലിലേക്ക് പ്രദക്ഷിണം വെച്ച് മാളികപ്പുറം ക്ഷേത്രത്തിലെത്തി. ഇവിടെ നിന്നും വാവർ നടയിലൂടെ 18-ാം പടിക്ക് മുന്നിലെത്തി അയ്യപ്പനെ വണങ്ങി. തുടർന്ന് വലിയ നടപ്പന്തലിലെ ശ്രീ ധർമ്മശാസ്ത്ര ഓഡിറ്റോറിയത്തിലെത്തിയ സംഘം വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. പുലിവാഹകനായ അയ്യപ്പന്റെ വേഷത്തിൽ കുഞ്ഞയ്യപ്പൻ കടന്നു വന്നതോടെ തീർത്ഥാടകരിൽ നിന്നും ശരണം വിളി മുഴങ്ങി. പന്തളം രാജാവ്, രാജ്ഞി, വെളിച്ചപ്പാട്, ശിവപാർവതി, മഹർഷി, ഗണപതി, ത്രിമൂർത്തികൾ, ദേവീദേവന്മാർ എന്നിവരുടെ വേഷം ധരിച്ചവർ അകമ്പടിയായുണ്ടായിരുന്നു. ഭക്തർക്കൊപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അജയ് തറയിൽ, ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങുകൾക്ക് സാക്ഷിയായി. അഞ്ചരി വിലങ്ങുപാറയിൽ ചാക്കോ ഡേസി ദമ്പതികളുടെ മകൻ ഡീക്കൻ തോമസ് വിലങ്ങുപാറയിൽ ഡിസംബർ 26-ന് ഉച്ചകഴിഞ്ഞ് 2:15-ന് അഞ്ചരി സെൻറ് മാർട്ടിൻ ഡി പോറസ് പള്ളിയിൽ വെച്ച് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നിന്നും പൗരോഹിത്യം സ്വീകരിച്ച് പ്രഥമ ദിവ്യബലി അർപ്പിക്കും. ചരമവാർത്തകൾ. ഉടുമ്പന്നൂർ മഞ്ചിക്കല്ല് ചുണ്ടാട്ട് ഓമന 58 വയസ്സ് നിര്യാതയായി. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10-ന് വീട്ടുവളപ്പിൽ. മകൾ പ്രിയ സുനിൽ, മരുമകൻ സുനിൽ 2 കണ്ടത്തിൽ മണക്കാട്. റിട്ടയർഡ് എക്സൈസ് ജീവനക്കാരൻ കീരിക്കോട് കോലാനിപ്പറമ്പിൽ KN സതീശൻ 64 നിര്യാതനായി. സംസ്കാരം നടത്തി. ഭാര്യ പത്മിനി കൊയിലാണ്ടി തെയ്യമ്പാടി കണ്ടിയിൽ കുടുംബാംഗം. മക്കൾ സനൂപ് എറണാകുളം, സന്ദീപ് ബാംഗ്ലൂർ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറയംചാലിൽ ജുവല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സ്വർണം ഗ്രാമിന് 2395 രൂപ, വെള്ളി ഗ്രാമിന് 40 രൂപ. റബ്ബർ വില നിലവാരം. റബ്ബർ RSS 4 കിലോഗ്രാമിന് 101 രൂപ 50 പൈസ. റബ്ബർ RSS 5 കിലോഗ്രാമിന് 98 രൂപ. ഇന്നത്തെ താപനില. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ നഗരസഭയുടെയും താലൂക്ക് ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്വാന്തന പരിചരണ പദ്ധതിയുടെ കുടുംബ സംഗമവും പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു. മുൻ കേരള മുഖ്യമന്ത്രി K. കരുണാകരൻ്റെ 5ാം ചരമവാർഷികം ആചരിച്ചു. അനുസ്മരണ സമ്മേളനം DCC പ്രസിഡന്റ് റോയ് K. പൗലോസ് ഉദ്ഘാടനം ചെയ്തു. മാരകയിൽ സംയുക്ത ക്രിസ്മസ് കരോൾ നടന്നു. സെന്റ് ജോസഫ് ഫൊറോന പള്ളി, സെന്റ് ആന്റണീസ് ജ്ഞാനായ കത്തോലിക്ക പള്ളി, സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളി എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് കരോൾ സംഘടിപ്പിച്ചത്.
തൊടുപുഴ നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 43 ആശ്രയ കുടുംബങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കളും വസ്ത്രങ്ങളും വിതരണം ചെയ്തു. മുനിസിപ്പൽ ചെയർപേഴ്സൺ സഫിയ ജബ്ബാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജലാശയത്തിൻ്റെ ഓളപ്പെരുപ്പുഴൽ തൊട്ടിലാട്ടി കൊലുമ്പൻ ഓടിത്തുടങ്ങി. ഇടുക്കി ജലാശയത്തിൽ ബോട്ടിംഗ് സർവീസ് ആരംഭിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.